ആരോഗ്യക്കുറിപ്പുകൾ. സൗന്ദര്യം ആയുർവേദത്തിലൂടെ ആയുർവേദ ചികിത്സകയായ ഡോക്ടർ നിഹാല AR സംസാരിക്കുന്നു. പ്രായഭേദമന്യേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സൗന്ദര്യം. പക്ഷേ അത് നിങ്ങളുടെ ആരോഗ്യവുമായി വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പലരും തിരിച്ചറിയുന്നില്ല. നല്ല ആരോഗ്യശീലങ്ങൾ ശീലിക്കുന്നവർക്ക് നല്ല ചർമ്മവും സൗന്ദര്യവും ഉണ്ടാകും. അവർ പ്രായത്തിനനുസരിച്ച് ആരോഗ്യപൂർണമായ ചർമ്മത്തോടെ വാർദ്ധക്യം പ്രാപിക്കും. ആയുർവേദത്തിൽ സൗന്ദര്യത്തെ കാണുന്നത് ആന്തരിക ആരോഗ്യത്തിന്റെയും സന്തുലിതാവസ്ഥയുടെയും പ്രതിഫലനമായിട്ടാണ്. ചർമ്മ സംരക്ഷണം എന്നത് പുറമേ തിളങ്ങുന്ന ചർമ്മം മാത്രമല്ല, മനസ്സ്, ശരീരം എന്നിവയുടെ ആരോഗ്യം കൂടിയാണ്. തെളിഞ്ഞ ചർമ്മം തുടങ്ങുന്നത് ശരിയായ ദഹനത്തിൽ നിന്നാണ്. അതിനാൽ നല്ല ഭക്ഷണം, ഉറക്കം, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നത് ഇവയെല്ലാം ചർമ്മ സംരക്ഷണത്തിന്റെ ഭാഗമാണ്. ചർമ്മത്തിന്റെ ആരോഗ്യത്തെ വാതം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങളുമായി ആയുർവേദം ബന്ധപ്പെടുത്തുന്നു. വാതപ്രകൃതിയോട് കൂടിയ ചർമ്മം വരണ്ടതും പരുക്കനുമായിരിക്കും. പിത്തപ്രകൃതിയോട് കൂടിയ ചർമ്മം സെൻസിറ്റീവ് ആയതും ചുവപ്പ്, ഉഷ്ണം, വീക്കം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. കഫചർമ്മം എണ്ണമയമുള്ളതും അടഞ്ഞതുമാണ്. പുറമേ പുരട്ടുന്ന പരിചരണത്തിനുപരി ദഹനം, ജലാംശം, ഉറക്കം, ഋതുസംബന്ധമായ ദിനചര്യകൾ എന്നിവയ്ക്കും പ്രാധാന്യമുണ്ട്. ശുദ്ധവും സാത്വികവുമായ ഭക്ഷണം കഴിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, സൗമ്യമായ ഔഷധ ക്ലെൻസറുകൾ ഉപയോഗിക്കുക, ഇവയെല്ലാം തെളിഞ്ഞ ചർമ്മം നിലനിർത്താൻ സഹായിക്കുന്നു. ആരോഗ്യപൂർണമായ രക്തം, കരൾ, കുടൽ എന്നിവയുടെ പ്രതിഫലനം കൂടെ ചർമ്മത്തെ സ്വാധീനിക്കുന്നു. പെട്ടെന്നുള്ള പരിഹാരങ്ങളെക്കാൾ ദീർഘകാല സന്തുലിതാവസ്ഥയും തിളക്കമാർന്ന ചർമ്മവുമാണ് ലക്ഷ്യമിടേണ്ടത്. കഠിനമായ രാസവസ്തുക്കൾ അടങ്ങുന്ന ക്രീമുകളും സൗന്ദര്യ വസ്തുക്കളും ഉപയോഗിക്കാതിരിക്കുക. പകരം ചർമ്മത്തിനനുസരിച്ചുള്ള ലളിതമായ സൗന്ദര്യ പദാർത്ഥങ്ങളും ഔഷധങ്ങളും ഉപയോഗിക്കുക. പരുക്കനായ ചർമ്മത്തിന് എള്ളെണ്ണ, വെളിച്ചെണ്ണ, ബദാമെണ്ണ, ഒലിവെണ്ണ, നെയ്യ് പോലുള്ള മൃദുവായ ദ്രവങ്ങളും ക്രീമുകളും ഉപയോഗിക്കുക. പിത്തചർമ്മത്തിന് ശീതളമായ ജലം, കറ്റാർവാഴ, റോസ്, ചന്ദനം തുടങ്ങിയവ ഉപയോഗിക്കുക. എണ്ണമയമുള്ള ചർമ്മത്തിന് ആര്യവേപ്പ്, മഞ്ഞൾ, മുൾട്ടാനിമെട്ടി പോലുള്ള എണ്ണമയം അകറ്റുന്ന ഔഷധങ്ങൾ ഉപയോഗിക്കുക. ആയുർവേദത്തിൽ ചർമ്മത്തിലെ സംരക്ഷണ പാളിയെ ത്വക്ക് എന്നാണ് പറയുന്നത്. വരൾച്ച, ചൂട്, നിർജ്ജലീകരണം, അനുയോജ്യമല്ലാത്ത സൗന്ദര്യ ഉൽപ്പന്നങ്ങൾ എന്നിവ മൂലം ഈ പാളിക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ചർമ്മം ഇരുണ്ടതും നിർജീവവും പ്രകോപനത്തിന് എളുപ്പമുള്ളതുമായി മാറുന്നു. ദോഷങ്ങളെ ശാന്തമാക്കുക, ദഹനം, രക്തത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, പോഷകസമൃദ്ധമായ എണ്ണ അടിസ്ഥാനമാക്കിയുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കുക എന്നിവയിലൂടെയാണ് ആയുർവേദം ചർമ്മത്തെ മെച്ചപ്പെടുത്തുന്നത്. ചർമ്മത്തിന്റെ ഈർപ്പം പുനഃസ്ഥാപിക്കാനും വീക്കം ശമിപ്പിക്കാനും ചർമ്മത്തിന്റെ സ്വാഭാവിക പ്രതിരോധത്തെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്ന ഔഷധ ആഹാരങ്ങൾ ശീലമാക്കുക. പുറമേ പുരട്ടുന്ന സൗന്ദര്യ ഉൽപ്പന്നങ്ങളെക്കാൾ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾക്കും ഔഷധങ്ങൾക്കും ചികിത്സാ കർമ്മങ്ങൾക്കും ചർമ്മത്തെ സംരക്ഷിക്കാനായി കഴിയും. അതുമൂലം ചർമ്മത്തിന് സ്വാഭാവികമായി നന്നാവാൻ സാധിക്കും. ചർമ്മത്തെ പോഷിപ്പിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനും ആയുർവേദം നിരവധി ചികിത്സകൾ നൽകുന്നു. ബാഹ്യ ചികിത്സകളായി അഭ്യംഗം, അതായത് ഊഷ്മളമായ ഔഷധ എണ്ണ കൊണ്ടുള്ള മർദ്ദനം. ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കുകയും വിഷവസ്തുക്കളെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമതായി മുഖലേപം. നിരവധി ആയുർവേദ ഔഷധങ്ങളും ദ്രവങ്ങളും ചേർത്ത് ചൂർണമായത് മുഖത്ത് പുരട്ടുന്നതിനെയാണ് മുഖലേപം എന്ന് പറയുന്നത്. ഇത് വിഷാംശം നീക്കുന്നതിനും സ്വാഭാവിക തിളക്കം നൽകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഉദ്വർത്തനം, തക്രധാര, ക്ഷീരധാര മുതലായ പല ചികിത്സകളും ഉണ്ട്. ആന്തരിക ശുദ്ധിക്കായി വമനം, വിരേചനം, രക്തമോക്ഷണം, നസ്യം എന്നിവ ചികിത്സാ കർമ്മങ്ങളായി ചെയ്യുന്നു. നമ്മുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചുള്ള ആഹാരം, ഔഷധം, ചികിത്സാ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് വഴി സൗന്ദര്യം വീണ്ടെടുക്കാവുന്നതാണ്. സൗന്ദര്യം ആയുർവേദത്തിലൂടെ ആയുർവേദ ചികിത്സകയായ ഡോക്ടർ നിഹാല AR സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.